ശ്രീ പി കൃഷ്ണദാസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജനാധിപത്യ വിരുദ്ധമായ മോദിയുടെ സമീപനങ്ങൾ, മോദി സർക്കാരിൻ്റെ സമീപനങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ശ്രീ കെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതായത് ഈ തീവ്ര പുനഃപരിശോധന രീതി, ഇതിനെതിരെ വലിയ പരാതി പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്നു. 100ഓളം തെളിവുകൾ ഈ വിഷയത്തിലുണ്ട് എന്നറിയിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ്. ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനോ ചർച്ച ചെയ്യാനോ ആകില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ ഒഴിഞ്ഞു മാറുന്നത്. ഒരു ജനാധിപത്യത്തെ ധ്വംസിക്കുന്നു. അങ്ങനെ ഒരു നവഫാസിസ്റ്റ് രീതി നിങ്ങൾ കൈക്കൊള്ളുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നു. കേന്ദ്ര ഏജൻസികളെ പലതും നിങ്ങളുടെ രാഷ്ട്രീയ ടൂളാക്കുന്നു. എന്തിന് ഗവർണറെ പോലും ഭരണഘടനാ സ്ഥാപനം എന്നല്ലേ. ഇങ്ങനെയൊക്കെയുള്ളൊരു ആക്ഷേപം നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ആരോപണം കൂടി വരുന്നത്. തെരഞ്ഞെടുപ്പ്, അതിൽ സമ്മതിദാന അവകാശം മാത്രമാണ് യഥാർത്ഥത്തിൽ പൗരന് ബാക്കിയായുള്ളത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ. എന്നിരിക്കെ ആ സമ്മതിദാന അവകാശം പോലും അവരിൽ നിന്ന് ലംഘിക്കുന്ന അക്ഷരാർത്ഥത്തിലെ ജനാധിപത്യ വിരുദ്ധത ഇതാണ് കാട്ടുന്നത് എന്നുള്ളത് വലിയ ആരോപണമായി നിൽക്കുന്നു. പക്ഷേ അതേ സംബന്ധിച്ചും നിങ്ങളുടെ നിലപാട് മറ്റൊന്നാണ്. ECയുടെ കാര്യത്തിൽ ഇടപെടാനാകില്ല, അതിനെ പ്രതിനിധീകരിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയൊരു നിലപാട് പറയുന്നതാണോ യുക്തം? ഇവിടെ കെ അനിൽകുമാർ സൂചിപ്പിച്ചത് അതാണ്. അനിൽകുമാർ അതൊന്നും സൂചിപ്പിച്ചില്ല അജിംഷാദ്. അദ്ദേഹം പറഞ്ഞത് ഫാസിസത്തെ കുറിച്ചുമൊക്കെയാണ്. അല്ല, കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അക്കവിട്ട് നിരത്തി, താങ്കൾ കേൾക്കാത്തതുകൊണ്ടാണ്. അല്ലല്ല, ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം. അദ്ദേഹം ഫാസിസത്തെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും ചേരുന്ന പേരുകളാണ് ഫാസിസം, നാസിസം ഒക്കെ. അത് എവിടെയാണ് നടന്നത്, ഏത് രാജ്യത്താണ് നടന്നത്, ആരാണ് ആ നടപടികൾ അതുമായി മുന്നോട്ട് പോയത് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ. എന്താണ് ചൈനയുടെ സ്ഥിതി, എന്താണ് റഷ്യയുടെ സ്ഥിതി, അവരെല്ലാം പറഞ്ഞിട്ടുള്ള പ്രത്യയശാസ്ത്രം ഏതായിരുന്നു, എന്താണ് ആ രാജ്യങ്ങളുടെ നിലവിലെ സ്ഥിതി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആഗോള പ്രതിഭാസമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു കാര്യം അതിനിടയിൽ സൂചിപ്പിച്ചു. ഈ രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് കേശവാനന്ദ ഭാരതീസ് കേസിന് ശേഷം നമുക്കറിയാമല്ലോ, 1973 പ്രിയാമ്പിൾ മാറ്റാൻ പാടില്ല എന്നറിയാമല്ലോ വിധി വന്നതിന് ശേഷം. ശ്രീ അനിൽകുമാർ, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, എപ്പോഴാ ഈ പ്രിയാമ്പിൾ മാറ്റിയത്? 42ാം ഭേദഗതി എനിക്കും അങ്ങേക്കും ഡോക്ടർ സെബാസ്റ്റ്യൻ ചേർത്തല്ലേ? ആ സെക്കുലർ എന്ന പ്രിയാമ്പിളിൽ ചേർക്കാൻ കാര്യം, താങ്കൾ 78ലെ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് അങ്ങനെ ചേർക്കാൻ കാര്യം എന്താണ്? സെക്കുലർ എന്ന ആശയം ഭരണഘടനയുടെ പലയിടങ്ങളിലും ഉണ്ട്. അതൊന്ന് എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ പ്രിയാമ്പിളിന്റെ അന്തസ്സത്ത കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നത്, ആ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ വന്നത് ഈ ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ, മൂല്യവത്തായ കാര്യങ്ങൾ മാറ്റാനാകുമോ എന്നുള്ള കാര്യത്തിൽ. അത് മാറ്റാനാകില്ല എന്ന് കോടതി പറയുന്നു. അവിടെ ഈ സെക്കുലറിസം ചെറുത്തുമായി ബന്ധപ്പെട്ട് താങ്കൾ കൂട്ടിക്കെട്ടി മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. താങ്കൾക്ക് തുടരാം. അജിംഷാദെ, ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും അജിംഷാദെ, അതാണ് കേസിന്റെ വിധി. അതാണ് ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് കേശവാനന്ദ ഭാരതീസ് കേസിന്റെ അന്തസ്സത്ത അത് തന്നെയാണ്. പ്രിയാമ്പിൾ മാറ്റാൻ കഴിയില്ല, ഭരണഘടനയുടെ ചട്ടക്കൂട് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അടിയന്തരാവസ്ഥയുടെ പിൻബലം ഉപയോഗിച്ചുകൊണ്ട് 42ാം ഭേദഗതി കൊണ്ടുവന്ന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലേ ശ്രീ അനിൽകുമാർ ഈ നടപടികളെല്ലാം ഉണ്ടായത്? എന്താണ് നടപടി? അവിടെ എന്തായിരുന്നു നടപടി? എന്തായിരുന്നു അത് പറയുന്നില്ലല്ലോ വക്കീല് ശ്രീ കൃഷ്ണദാസ്. അത് പറയുന്നില്ലല്ലോ. സെക്കുലറിസം ചേർത്തതല്ലേ? അജിംഷാദെ, ഈ അടിയന്തരാവസ്ഥയിൽ കൊണ്ടുവന്ന എല്ലാ ഭേദഗതികളും പിന്നീട് കെ അനിൽകുമാർ എന്തോ എന്ന് ചോദിക്കുന്നു. ഒരു പോയിന്റ് ഓഫ് ഓർഡർ എന്ന അദ്ദേഹത്തിന് വഴങ്ങാം. അല്ല, അതിന് മറുപടി താങ്കൾക്ക് പറയാൻ പറ്റും. അത് വേണ്ട, നിങ്ങൾ ചർച്ച നടത്തിക്കോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. എന്റെ സമയത്ത് മുഴുവൻ നിങ്ങൾ ചോദ്യം ചോദിക്കാനും പിന്നെ അതിന് ഉപചോദ്യത്തിന് അനിൽകുമാറിന്റെ ഉത്തരത്തിന്റെ താങ്കൾ കംപ്ലീറ്റ് ചെയ്യൂ. ഞാൻ തിരിച്ചെത്താം. എന്റെ ഉത്തരം പറയൂ. ഇനി രണ്ടാമത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങ് ചോദിച്ച ചോദ്യം ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ബീഹാറിലെ വോട്ടർ പട്ടികയ്ക്ക് മുൻപ് ഞാൻ അങ്ങേ ഈ കേരളത്തിലെ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ അജിംഷാദെ. ഇന്നലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അങ്ങേക്കറിയാമല്ലോ. ആ കരട് വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിലെ നിലവിലെ ആകെ വോട്ടർമാരുടെ എണ്ണമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 2,78,00,000-ലധികം ആളുകൾക്ക് വോട്ടുണ്ട് എന്നാണ്. അതിൽ അങ്ങ് പരിശോധിച്ചാൽ മനസ്സിലാകും 8,76,879 ആളുകൾ കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അങ്ങ് പരിശോധിക്കണ്ടേ? നിങ്ങളുടെ ചാനൽ ചർച്ച ചെയ്യണ്ടേ? ഇവരൊക്കെ എങ്ങനെ പുറത്തുപോയി? ഇവർക്കൊക്കെ വോട്ടവകാശം എങ്ങനെ നിഷേധിക്കപ്പെട്ടു? കേരളത്തിലെ 2 കോടി ആളുകളുടെ വോട്ടവകാശത്തിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോ
9 ലക്ഷത്തോളം ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് അവർ പുറത്തു പോയിരിക്കുന്നു. എങ്ങനെ പുറത്തു പോയിരിക്കുന്നു? നിങ്ങൾ ചോദിക്കണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളത്തിലെ ഇനി എന്താണ് ഇനി ത്രിതല പഞ്ചായത്ത് ബീഹാറിന്റെ കാര്യം തെരഞ്ഞെടുപ്പിൽ പറയൂ, 9 ലക്ഷം? മറ്റതിന്റെ മറുപടിയിലേക്ക് എത്താം. ബീഹാറിന്റെ കാര്യം പറയൂ. ഞാൻ ബീഹാറിലേക്ക് വരാമെന്ന്. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ന്യായീകരണം പറഞ്ഞുകൊണ്ടാണോ, എന്ത് കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ 9 ലക്ഷം ആളുകളെ പുറത്താക്കിയിരിക്കുന്നത്, ആ സമാനമായ കാരണം തന്നെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങ് പരിശോധിക്ക്, എന്ത് കാരണം കൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ മാറ്റി നിങ്ങൾ രേഖകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? സമാനമായ കാരണമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണയോട് കൂടിയിട്ട് 9 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് ഇതൊന്നും പുറത്തു വരില്ല എന്നോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്നേ. നിങ്ങൾ ബീഹാർ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോയല്ലേ 4 മാസം കഴിഞ്ഞാൽ? കേരളത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിൽ വോട്ട് ചെയ്യേണ്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നത്. 9 ലക്ഷത്തോളം ആളുകൾക്ക്. ബീഹാർ 5 ലക്ഷമാണല്ലോ പറയുന്നത്. അവിടുത്തെ ആകെ ജനസംഖ്യ എത്രയാണ്? അവിടുത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം എത്രയാണ്? പരിശോധിക്ക്. കേരളത്തിലെ 2 കോടി ആളുകളുടെ വോട്ടർ പട്ടിക, 2.5 കോടി ആളുകളുടെ വോട്ടർ പട്ടിക പുറത്തുവിടുമ്പോൾ 9 ലക്ഷം ആളുകൾക്ക് അകാരണമായി വോട്ടവകാശം നിഷേധിച്ചിരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ്. എന്താ അനിൽകുമാർ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നിങ്ങളുടെ കയ്യിലുണ്ടോ അതിന്റെ കണക്ക്? ഞാനതാ സൂചിപ്പിച്ചത്. നിങ്ങൾ ബീഹാറിലെ വോട്ടർ പട്ടിക ചർച്ച ശ്രീ, ചെയ്യുമ്പോൾ ബീഹാറിലെ കേരളത്തിൽ വോട്ടർ നടക്കുന്ന- പട്ടികയുമായി ബന്ധപ്പെട്ട് ഈ സർ, അതായത് എന്താണ് SIR, ഈ തീവ്ര പുനഃപരിശോധന, ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾ, അനീതികൾ, ചോദ്യം ചെയ്യലുകൾ പ്രതിപക്ഷം വ്യാപകമായി ഉന്നയിക്കുന്ന കാര്യം, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ എന്താണ് മോദി സർക്കാരിനും കേന്ദ്ര സർക്കാരിനും മടി? താങ്കൾ പറഞ്ഞല്ലോ ഇത്രയേറെ സുതാര്യമാണ്, ഇത്രയേറെ വ്യക്തതയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ചർച്ച ചെയ്യുന്നതിലെ മടി എന്താണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്? അയ്യംഷാദെ, ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യത്തിൽ ബീഹാറിൽ നടക്കുന്ന നടപടികൾ സുപ്രീം കോടതി ഇപ്പൊ ചോദ്യം ചെയ്തല്ലോ. എന്താ, സ്റ്റേ കിട്ടിയോ? അതിന് നിയമ നടപടിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ നിയമ നടപടിക്ക് ഒരുങ്ങിയല്ലോ. എന്തെങ്കിലും നടപടി സ്വീകരിക്കപ്പെട്ടോ? ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ കണക്കുകൾ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് നമ്മളെ സംബന്ധിച്ച് പരിമിതികളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ആ വിഷയം സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങയോട് തിരിച്ചു ചോദിക്കുന്ന മറ്റൊരു വിഷയമാണെന്നേ. ഇപ്പൊ ബീഹാറിലെ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. വോട്ടർ പട്ടിക പൂർത്തീകരിക്കാനും വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനും വോട്ടർ പട്ടികയിൽ നടപടികൾ പൂർത്തീകരിക്കാനുള്ള നടപടികളാണല്ലോ അവിടെ നടക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റിന് വേണ്ടി വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നു. വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നടത്തിയിരിക്കുന്നു. വാർഡുകൾ വിഭജിച്ചിരിക്കുന്നത് ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വാർഡ് വിഭജനം തെറ്റായ രീതിയിലാണ് നടന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ വിഷയം, 9 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ആരാ ഇതിന് ഉത്തരവാദി? ഈ സംസ്ഥാന ഗവൺമെന്റ് അല്ലേ? വാദങ്ങളാണ്